ഒരു ടൈമിൽ നമ്മുടെ എല്ലാം മ്യൂസിക് പ്ലേലിസ്റ്റിൽ ട്രെൻഡിംഗ് ആയ ഒന്നാണ് ഹൃദയം സിനിമയിലെ ദർശന എന്ന ഗാനം. അതിന്റെ സംഗീത സംവിധായകനും ഗായകനുമായ ഹെഷാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുകയാണ്. ഈ ട്രാഫിക് നിയമം തെറ്റിക്കുന്നവരെ ഒപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണുകളായി മാത്രമല്ല, വേണ്ടിവന്നാൽ ഒരു സിനിമയ്ക്ക് സംഗീതം ചെയ്യാൻ AI കൊണ്ട് പുഷ്പം പോലെ സാധിക്കും. മനുഷ്യബുദ്ധിയെ അനുകരിക്കുന്ന ഒരു യന്ത്രം നിർമ്മിക്കാൻ കഴിയുമെന്ന അനുമാനത്തിലാണ് AI യുഗം ഉടലെടുക്കാൻ വഴിത്തിരിവായത്. 1965 ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ച ജോൺ മെക്കാർത്തി നിർവചിക്കുന്നത് ബുദ്ധിയുള്ള യന്ത്രങ്ങളെ സൃഷ്ടിക്കാനുള്ള ശാസ്ത്രവും എഞ്ചിനീയറിംഗും എന്നാണ്. ഇപ്പോൾ മലയാള സിനിമ സംഗീത വ്യവസായ ലോകത്ത് പുതിയ വിപ്ലവം തീർത്തിരിക്കുകയാണ് AI. എല്ലാ മേഖലകളിലും AI ആധിപത്യം സ്ഥാപിക്കുന്ന ഈ കാലത്ത് ഒരു സിനിമയ്ക്ക് സംഗീതം ചെയ്യാൻ പറഞ്ഞാൽ അത് പാട്ടും പാടി ചെയ്യുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഹായ് നാന എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയ ഹെഷാം അബ്ദുൾ വഹാബ്. ഒരു ഇന്റർവെൽ മ്യൂസിക് സീക്വൻസിന് വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കാനാണ് അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം തേടിയത്. വിദേശ സിനിമാ സംഗീതത്തിൽ AI സഹായം ഉണ്ടെങ്കിലും സൗത്തിൽ AI പരീക്ഷിച്ച ആദ്യ ചിത്രമാണ് ഹായ് നാന. മ്യൂസിക് ഡയറക്ടേഴ്സ് ദിവസങ്ങളോളം സമയം ചെലവഴിച്ച് ചെയ്യുന്ന കോമ്പോസിഷൻ ചെയ്യാൻ AIക്ക് സെക്കൻഡുകൾ മതി. നിലവിലുള്ള മ്യൂസിക് കോമ്പോസിഷൻസും പാറ്റേൺസും മിക്സ് മാച്ച് ചെയ്തും കൂട്ടിച്ചേർത്തും മ്യൂസിക് ജനറേഷൻ അസിസ്റ്റന്റ് സംഗീതം ചിട്ടപ്പെടുത്തുന്ന കാലം ഇനി വിദൂരമല്ല. കോമ്പോസിങ്ങും റെക്കോർഡിങ്ങും ഓർക്കസ്ട്രേഷനും കൂടി ഇനി AI ഏറ്റെടുത്താൽ നിലവിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനും ഗായകർക്കും പാരയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രത്യേകം ക്രമീകരിച്ച അൽഗോരിതം ഉപയോഗിച്ച് മ്യൂസിക് നോട്ട് ജനറേറ്റ് ചെയ്യാൻ AI കൊണ്ട് സാധിക്കും. AI ചെയ്യുന്നത് കോപ്പിയടിയാണെന്നും ക്രിയേറ്റിവിറ്റി അല്ലെന്നുമുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നിലവിലുള്ള മ്യൂസിക് ഡാറ്റ പ്രോസസ് ചെയ്ത് AI തയ്യാറാക്കുന്നത് ഡമ്മി മ്യൂസിക് ആണെന്നും അതിന്റെ ആവർത്തന വിരസത പ്രേക്ഷകരെ മടുപ്പിക്കും എന്നാണ് സംഗീത മേഖലയിലുള്ളവരുടെ അഭിപ്രായം. എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലകളും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണാവും?